ഹലോ, വെൽക്കം ബാക്ക്. സോ ഇന്ന് പിന്നെയും ഒരു വീക്ക് ഡേ അല്ലേ, അല്ലെങ്കിൽ വീക്കെൻഡ് മാർക്കുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി, അവധി ദിവസം ആയതുകൊണ്ട്. സോ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്, ബിരിയാണി കഴിക്കാൻ പോവാം കേട്ടോ. ഇവിടെ ഒരു biryani.com എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ ഒരു കല്യാണച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവിടെ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഡോഗ്സ് പാർക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ കുറേ ഡോഗ്സ് ഒക്കെ ഉണ്ടാവും അവിടെ. കുറേ ഓണേഴ്സ് ഡോഗിനെയൊക്കെ കൊണ്ട് അവിടെ വരും. ഡോഗ് എന്ന് പറയുന്നത് എനിക്കും അബിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ഡോഗ്സ് പാർക്കിൽ പോയിട്ട് ഡോഗ്സിനെ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടപ്പള്ളി പള്ളിപ്പെരുന്നാൾ കാണാൻ പോകുന്നു. സോ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡേ അല്ലേ, സോ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. സാധാരണ വീഡിയോസ് എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു വീഡിയോ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, എങ്ങനെ അത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനത്തെ യാതൊരു പ്ലാനും ഇല്ല. ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്യുക്കായിട്ട് biryani.com പോകാമെന്നും അതേപോലെ ഡോഗ്സ് പാർക്കിൽ പോകാമെന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉരുത്തിരിഞ്ഞ് വരികയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ biryani.com എന്ന് പറയുന്ന കട സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ്. പൊതുവേ ഈ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ അയ്യേ എന്നൊരു പറച്ചിൽ പൊതുവെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്കും അങ്ങനത്തെ ഒരു ഫീലൊക്കെ തന്നെയായിരുന്നു. നമ്മൾ കോഴിക്കോട് റഹ്മത്തു നിന്നും അതേപോലെ മലപ്പുറത്തു നിന്നൊക്കെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കുറച്ച് തെക്കൻ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്കൊക്കെ വന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് അയ്യേ എന്ന് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് അയ്യേ എന്നുള്ളൊരു തോന്നൽ മാറ്റി തന്ന ഒരു കടയാണ് biryani.com. ഇവിടെ ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ് കിട്ടാറ്. ഞാൻ കഴിക്കുന്ന കഴിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്ത് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ biryani.com വളരെ ചെറിയൊരു കടയാണ് കേട്ടോ. ചെറുതാണെന്ന് വിചാരിച്ച് ടേസ്റ്റിന് കുറവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 10-15 ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഡൈനിങ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ പൊതുവേ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാറാണ് പതിവ്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിരിയാണി നമുക്ക് ഇലയിലാണ് കിട്ടുന്നത്. അപ്പോൾ വാഴയിലയിൽ ബിരിയാണി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. എക്സ്ട്രീംലി ഫുഡി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അബി. നമ്മളിപ്പോൾ സ്ഥിരം പോകുന്ന ഒരു കടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം അല്ലാതെ അവിടെ വെറൈറ്റി ആയിട്ട് വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കി അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അബി എപ്പോഴും ശ്രമിക്കാറുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബിരിയാണിയിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് ദേ കുഴിമന്തിയും അതേപോലെ തന്നെ പെരി പെരി അൽഫാം ചിക്കനുമാണ് പുള്ളി ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്ത് പറ്റി അബി, ഇഷ്ടപ്പെട്ടില്ലേ? biryani.com വന്നിട്ട് ഞാൻ മന്തി കഴിച്ചു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറിയ രീതിയിൽ പാടി. അൽഫാം അത്ര പോരായിരുന്നു. പെരി പെരി അല്ലായിരുന്നോ? പെരിപെരി ആയിരുന്നു പറഞ്ഞ അത് കിട്ടിയപ്പോൾ കുറച്ച് കരിഞ്ഞ് വേറെ എന്തോ സാധനം. അവിടുത്തെ കുഴിമന്തി അബിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ബിരിയാണി കടയിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും കുഴിമന്തി ഓർഡർ ചെയ്യാൻ പാടില്ല. കുഴിമന്തി കടയിൽ പോയിട്ട് മാത്രമേ കുഴിമന്തി കഴിക്കാൻ പാടുള്ളൂ. ഒരാൾ ചാടിത്തുള്ളി മന്തി കഴിച്ചതാ, biryani.com പോയിട്ട് മന്തി കഴിച്ചു. ഇപ്പോൾ വയറ് ശരിയല്ലാന്ന്, മടുത്തുന്ന്. നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഇവിടെ പെനി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ ഒരു സേമിയ ഐസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫ്ലേവറും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സേമിയ ഐസ് കഴിക്കുന്നു. അബി എന്താ കഴിക്കുന്നത്? അവിടെ ചെന്നിട്ട് ഇതുവരെ കഴിക്കാത്ത ഏതെങ്കിലും അതേപോലെ biryani.com പോയിട്ട് മന്തി ഓർഡർ ചെയ്താൽ അതുപോലെ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രഞ്ചാണ് നേരത്തെ കഴിച്ചത്. സോ രാവിലെ വെറും വയറ്റിൽ കുറേ നെയ്യ് അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അബിക്ക്, പ്രത്യേകിച്ച് കുഴിമന്തിയും കൂടെ ആകുമ്പോഴേ. അപ്പോൾ നമ്മളിതാ ഫൈനലി പെനിയിലെത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കാറ് കത്തിക്കരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ പല ബ്രാഞ്ചസും എറണാകുളത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ലുലു മോളിലും ഉണ്ടെന്ന് തോന്നുന്നു ഒരു ബ്രാഞ്ച്. ഇവിടുത്തെ ഒരു സേമിയ ഐസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് നമ്മളിന്ന് വന്നേക്കുന്നത് കേട്ടോ. മധുരമുള്ള സാധനങ്ങൾ അത്ര കണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ.
എനിക്ക് കൂടുതലും ഇഷ്ടം ഈ പുളി, ഉപ്പ്, അതുപോലെ കുറച്ച് എരിവ് അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷേ ഇവിടുത്തെ സേമിയ ഐസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇവിടുത്തെ ഒരു സേമിയ ഐസിന്. വേറൊരു ടേസ്റ്റ്. അബിയാണെങ്കിൽ കുക്കീസിൻ്റെ എന്തോ ഒരു ഐസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഓറിയോയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. ഓറിയോ പൊടിച്ചിട്ടിട്ട് ഒരു ഐസ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഐറ്റത്തിന്. അങ്ങനെ നമ്മൾ പെന്നിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഡോഗ്സ് പാർക്കിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ട്, ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇരുണ്ട് തുടങ്ങുന്നുണ്ട്. മഴ പെയ്യാണെങ്കിൽ നമ്മൾ പെടും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടി പുറത്ത് പാർക്ക് ചെയ്തതിനു ശേഷം ഡോഗ്സ് പാർക്കിനകത്തേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഡോഗ്സ് പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പണ്ട് ഇത് രാജേന്ദ്ര മൈതാനം എന്നെങ്ങാണ്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇതിനെ ഡോഗ്സ് പാർക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. അതേപോലെ സുഭാഷ് പാർക്കിനോട് ചേർന്നിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ ഒരു ഡോഗ്സ് പാർക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. എന്താ അല്ലേ, കിഡ്സ് പാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഡോഗ്സ് പാർക്ക്, ഡോഗ്സിനൊക്കെ വരാനും ഓടിക്കളിക്കാനും മറ്റ് ഡോഗ്സിനെ മീറ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്ക്. എന്തായാലും ഈ ഐഡിയ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പൊതുവെ രാവിലെയും വൈകുന്നേരമാണ് ഓണേഴ്സ് അവരുടെ ഡോഗ്സിനെയും കൊണ്ട് ഇവിടെ ലീഷ് വാക്കിന് വരാറ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ഡോഗ്സിനെ പേഴ്സണലി മീറ്റ് ചെയ്യാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെയുള്ളൊരു അവസരം ലഭിക്കുന്നതായിരിക്കും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഈ ഡോഗ്സ് പാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്ര അടിപൊളിയാണല്ലേ. ഡോഗുകൾക്ക് കാണാനും പരസ്പരം മീറ്റ് ചെയ്യാനും കളിക്കാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഡോഗ്സ് പാർക്കുകൾ നമ്മുടെ കേരളത്തിൽ വരണം. എൻ്റെ അറിവിൽ ഈ ഒരൊറ്റ ഡോഗ്സ് പാർക്ക് മാത്രമേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഉറപ്പാണ് പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ ഡോഗ്സ് പാർക്കുകൾ ഒരുപാടുണ്ടാവും. കാരണം അവിടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസിനെയൊക്കെ അവർ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് നോക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും നമ്മൾ ഇതിലൊക്കെ കുറച്ച് പിന്നോട്ടാണ്. സോ ഇനിയും ഒരുപാട് ഡോഗ്സ് പാർക്കുകൾ നമ്മുടെ നാട്ടിൽ വരട്ടെ. ഡോഗുകളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ. ഡോഗ് ലവറായിട്ടുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു ഡോഗ്സ് പാർക്കിൻ്റെ ഉള്ളിലെന്ന് ഞാൻ പറയും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതിനകത്ത്. നമുക്ക് അവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളി സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റൂ കേട്ടോ. പിന്നെയും കുറേ ഓണേഴ്സ് അവരുടെ ഡോഗ്സിനെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. വന്ന കുറേ പേര് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് 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 നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവരൊന്നും ഒരിക്കലും മറ്റ് ജീവികളെ പോലെ അല്ല കേട്ടോ. മനുഷ്യന്മാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഒരു സോൾ ഉള്ളത് പട്ടികൾക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന പേഷ്യൻസിന് ഡോക്ടർമാർ ഇമോഷണൽ സപ്പോർട്ടീവ് അനിമലായിട്ട് പട്ടികളെ വളർത്താനായിട്ട് സജഷനൊക്കെ കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും ഇപ്പം തന്നെ ഒരു പപ്പിയെ വാങ്ങണം എന്നിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പപ്പിയെ എടുത്ത് വളർത്താനുള്ളൊരു ഇത് നമുക്കില്ല. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എന്താ നോമി കാണുന്നത്? ഡോഗ്സ് പാർക്കിൽ അണ്ണാങ്കുഞ്ഞോ? ഇവിടെയാണെങ്കിൽ ഒരു ചേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ ഫ്ലൈയിങ് സ്ക്വയറൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പറക്കും എന്നൊക്കെയാണ് അബി പറഞ്ഞത്. അത് ഇനി നോർമൽ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ.
അപ്പോൾ ഇത് എല്ലാവരുടെയും മേലിലൊക്കെ ഇങ്ങനെ കയറിയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. നൈസായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, അത് കടിക്കൂ മാന്തോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഇത്തരം ഒരു സാഹസത്തിന് മുതിർന്നില്ല. പൊതുവെ ഞാൻ മുതിരാറില്ല ഇത്തരം സാഹസങ്ങൾക്ക്. അതുകൊണ്ട് ഇന്നും ഞാൻ മുതിർന്നില്ല. മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ബ്രീഡ്സ് ഹസ്കി, പിറ്റ്ബുള്ള്, ഡോബർമാൻ, ഷിറ്റ്സു, പിന്നെ ഗോൾഡൻ റിട്രൈവർ, ബീഗിളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പഗ്, ഡാഷ്, ലാബർഡോഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്തുന്നത് ഷിറ്റ്സുവിനെയും പിന്നെ ബീഗിളിനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയും റിച്ച് ആയിട്ടുള്ള ബ്രീഡുകളുടെ കൂട്ടത്തിൽ ആകെ ഒരു നാടൻ പട്ടിക്കുഞ്ഞ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് ഇവൻ്റെ പേര് ഒലിവർ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഓണർ അവനെ റോഡ് സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വെള്ളൂനെ എടുത്തുകൊണ്ട് വന്ന പോലെ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോഗ്സിൽ വെച്ചിട്ടും ഇവനായിരുന്നു ഏറ്റവും ഫണ്ണും എനർജറ്റിക്കും ആയിട്ട് ഉണ്ടായിരുന്ന ഒരാൾ. ഇവൻ്റെ പേര് ചാർലി എന്നാണ്. എല്ലാ പപ്പീസിൻ്റെ അടുത്ത് പോയിട്ടും ഇതുപോലെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. രക്ഷയില്ല മോനെ. വെള്ളുവിന്റെ അതേ കളിയാണ്. ഇത് രണ്ടുപേരുടെയാ. ദേ ഈ ഡോഗിനെ കണ്ടിട്ട് നമ്മുടെ ടോം ആൻഡ് ജെറിയിലുള്ള ആ ഡോഗിനെ പോലെ തോന്നുന്നില്ലേ? ടോമിനെ എപ്പോഴും ഓടിച്ചിട്ട് കടിക്കുന്ന ആ ഒരു ഡോഗ്. എന്തായാലും നല്ലൊരു മൂഡ് അല്ലേ? ഡോഗ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമുക്കിനി എടപ്പള്ളി പള്ളിയിൽ വെച്ച് കാണാം. എടപ്പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ നടക്കണോണ്ട് തന്നെ റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 1.5 കിലോമീറ്ററോളം ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടച്ചു കിടക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ നടന്ന് ഇതിനകത്തോട്ട് കയറിയത്. അത്രയ്ക്കും ബ്ലോക്ക്. പെരുന്നാളിനും പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഓരോ സാധനങ്ങൾ കണ്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് രസിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിങ്ങനെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല അബിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതവിടെ കണ്ടതാട്ടോ, മലയാളി പാനിപൂരി. അതെന്ത് പാനിപൂരി? പാനിപൂരി എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദിക്കാരുടെ അല്ലേ. ഇന്ന് കാര്യമായിട്ടുള്ള വെള്ളം കുടിയൊന്നും നടന്നിട്ടില്ല കേട്ടോ. മാത്രമല്ല ബിരിയാണിയും കൂടെ കഴിച്ചതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് കസ്കസൊക്കെ ഇട്ടിട്ടുള്ള ഒരു നോർമൽ നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചി. ഇപ്പം കുറച്ചൊരാശ്വാസമുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വെള്ളം കുടിക്കാമെന്ന്. ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള പെൻസിൽ, റബ്ബർ, പേന ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കൊട്ടയ്ക്കുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇമ്മാതിരി സാധനങ്ങളൊന്നും ഇനി വാങ്ങണ്ട എന്ന് ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ പുതിയ ചില സാധനങ്ങളോടാണ് ക്രേസ് തുടങ്ങിയിട്ടുള്ളത്. അതായത് നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് ലോക്കറ്റുള്ള കുഞ്ഞു മാലകൾ, അതുപോലെ തന്നെ എന്താ പറയുക കുഞ്ഞു കമ്മലുകൾ, പിന്നെ തലയിലിടുന്ന നല്ല ഭംഗിയുള്ള ക്ലിപ്പുകൾ, ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോഴത്തെ ക്രേസ്. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ തപ്പി നടക്കായിരുന്നു ഞാൻ. ഇതിൻ്റെ ബട്ടർഫ്ലൈ ഉണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ തപ്പി നടന്ന സാധനം ഇതായിരുന്നു കേട്ടോ, ബട്ടർഫ്ലൈ ലോക്കറ്റുള്ള ചെയിന്. അതിൻ്റെ ചെയിന് അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ നമുക്ക് ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ചെയിൻ എടുത്തേ പറ്റുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വേറെ ചെയിനിലിട്ട് അത് യൂസ് ചെയ്യാമല്ലോ.
അപ്പോൾ ഞാൻ കുറേ നാളായി ഇതിനു വേണ്ടി തപ്പി നടക്കുന്നു. ഇങ്ങനത്തെ അമ്പലപ്പറമ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വില കുറച്ചുള്ള രീതിയിൽ കിട്ടും. സോ അവിടുന്ന് നമ്മൾ അത് മേടിച്ചു. കൊന്തയും ബൈബിളും അതുപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ മാതാവിൻ്റെ ഈ ഒരു കുഞ്ഞു രൂപം വാങ്ങി. ഞാൻ കുറേ നാളായി ഇത് വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെ വയ്ക്കാനായിട്ട്. അതിന് നമ്മൾ അവിടെ നിന്ന് അത് വാങ്ങിയതിന് ശേഷം അത് വെഞ്ചരിക്കണം. നമ്മൾ എന്തൊരു പ്രാർത്ഥനാ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് കൊടുത്ത് പ്രാർത്ഥിക്കുന്നതിനാണ് വെഞ്ചരിക്കുക എന്ന് പറയുക. അങ്ങനെ വെഞ്ചരിച്ച ശേഷം നമുക്കത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നിങ്ങനെ പറയും. സോ അവിടെ വെഞ്ചരിക്കാനായിട്ടൊരു ഫാദർ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ഈ ഒരു ഐറ്റം വെഞ്ചരിപ്പിച്ചെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഇവിടെ കോഴികളെയൊക്കെ വെച്ചിട്ട് ലേലം വിളിക്കുന്നൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, ശരിക്കും പള്ളിയുടെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പള്ളിക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എത്രത്തോളം നല്ലതാണെന്നും എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ആലയമാണല്ലോ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എനിവേ എനിക്കിതൊക്കെ കൊണ്ടാണ് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭക്തിയോട് തീരെ താല്പര്യമില്ലാത്തത്. ഇതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകാത്തതും കാണിക്കയിട്ട് പ്രാർത്ഥിക്കാത്തതും. എൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ പോസിറ്റീവ് എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊരു സാധനം കിട്ടിയാലും ഞാൻ മേടിക്കുകയും അതെൻ്റെ അടുത്ത് സൂക്ഷിക്കുകയും ഉള്ളിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയിട്ട് ഭക്തി കാണിച്ചാൽ മാത്രമേ പ്രാർത്ഥനയാവൂ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കുറേ നാളായിട്ട് ഒരു മീൻചട്ടി വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നു. നമ്മൾ മീൻ ഇപ്പോൾ സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ മീൻ വയ്ക്കാനായിട്ടൊരു ചട്ടി ഉള്ളത് എപ്പോഴും നല്ലതാണ്. സോ നമ്മൾ ഈ ഒരു ചേച്ചിയുടെ അടുത്തുനിന്ന് പള്ളിയുടെ പുറത്തിറങ്ങിയതിന് ശേഷം വഴിവെക്കിന്ന് ചട്ടി മേടിച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ഥിരം പാനിപൂരി കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. നമ്മുടെ പനമ്പള്ളി നഗറിൽ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ കടകൾ ചേർന്നിട്ടുള്ളൊരു ഏരിയയാണ്. ബായിമാർ ചേർന്നിട്ടാണ് കേട്ടോ ഇത് നടത്തുന്നത്. നമ്മുടെ ദാഹം എത്ര വെള്ളം കുടിച്ചിട്ടും അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് തട്ടി വിട്ടിട്ട് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കാമെന്ന്. അതിനായിട്ട് നമ്മൾ ഉപ്പും മുളകിൻ്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്, ഇവിടുത്തെ ഒരു സർബത്ത് കടയിൽ. സോ ഞാൻ ഗ്രീൻ ആപ്പിൾ ഫ്ലേവറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അബി മാംഗോ ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. ആ ഒരു ക്വാണ്ടിറ്റി കണ്ടോ നിങ്ങൾ? ഇതിന് 30 രൂപ മാത്രമാണ് കേട്ടോ അവർ ചാർജ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.